നമസ്കാരം. കൊല്ലം വെലങ്ങറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷത്തിനോടനുബന്ധിച്ച് കാവടി ഘോഷയാത്രയും ദേവരഥ ദർശനവും നടന്നു. അഗ്നിക്കാവടിക്കും വേൽക്കാവടിക്കും പകരമാണ് ഇത്തവണ ക്ഷേത്രത്തിന് ചുറ്റും പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയിലുള്ള ദേവരഥ പ്രദക്ഷിണം നടന്നത്. തുടർന്നുള്ള പന്നീർ കാവടി അടക്കമുള്ള എല്ലാ കാവടി അഭിഷേകങ്ങളും വളരെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഭക്തജനങ്ങളുടെ ഒരു സാന്നിധ്യവും വ്രതധാരികളുടെ ഒരു പങ്കാളിത്തവുമാണ് ഇന്നത്തെ വെലങ്ങറ കാവടിയാട്ടത്തിന് ഏറെ ശോഭ വളർത്തിയത്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് നടന്ന കാവടിയാട്ടം വളരെ ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള കാവടിയാട്ടങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്നു ചേർന്ന ഒരു വലിയ കാവടിയാട്ടം. ശരിക്കും നിയന്ത്രണാതീതമായ ഒരു ഭക്തജന തിരക്കായിരുന്നു ഇന്നത്തെ കാവടിയാട്ടത്തിന്റെ ഏറ്റവും മഹനീയമായ പ്രത്യേകത എന്നുള്ളതാണ് നമുക്ക് ഏറെ സന്തോഷകരമായ കാര്യം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഇന്നലെ വൈകിട്ട് സമർപ്പിച്ച നമ്മുടെ ദേവരഥം ഇന്ന് ഉച്ചയോടുകൂടി അത് എഴുന്നള്ളിച്ചു. 3 കരകളിൽ നിന്നായി ഏതാണ്ട് 150ഓളം വ്രതധാരികളായിട്ടുള്ള സ്വാമിമാരാണ് ഈ രഥം വളരെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു എഴുന്നള്ളത്തായിരുന്നു നടത്തിയത്. 3 പ്രദക്ഷിണം വെച്ചു. ഏതാണ്ട് 2 മണിയോടുകൂടി അത് അവസാനിച്ചു. ഇപ്പോൾ ഭസ്മക്കാവടി കിഴക്കേ ക്ഷേത്രം ആരംഭിച്ചിരിക്കുന്നു. അതിനു മുമ്പായി തന്നെ ഇവിടെ പുഷ്പാഭിഷേകം നടന്നു കഴിഞ്ഞു. ആ ഭസ്മക്കാവടി ഇവിടെ എത്തി ഭസ്മാഭിഷേകം നടക്കുകയും അതോടൊപ്പം തന്നെ ഈ രഥം വൈകിട്ട് ഉള്ള ഈ കാവടി ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഈ രഥം വീണ്ടും എഴുന്നള്ളിക്കാൻ പോവുകയാണ്. അതിന് ഏതാണ്ട് 150ഓളം വ്രതധാരികളായ സ്വാമി ഭക്തർ ഇവിടെ അണിനിരന്ന് കഴിഞ്ഞു. ഇത്രയേറെ വളരെ മഹനീയമായ രീതിയിൽ ഈ വെലങ്ങറ കാവടിയാട്ടം ഇന്ന് സമാപിക്കുമ്പോൾ യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒരു ഭക്തന് പോലും ഉണ്ടാകാതെ വളരെ അച്ചടക്കത്തോടുകൂടി ഭക്തി നിർഭരമായ ഒരു വലിയ അന്തരീക്ഷം. ഒരുപക്ഷെ കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലെ ഒരു ഉത്സവങ്ങളിലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് ഈ ക്ഷേത്ര സങ്കേതത്തിലുണ്ടായത്. എല്ലാവരും സ്വാമിമാരാകുന്നു. അതോടൊപ്പം തന്നെ ഭഗവാനും ഭക്തനും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ശുഭമുഹൂർത്തങ്ങളാണ് ഇന്ന ദിവസം മുഴുവനായി ഇവിടെ നടന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാവരും സ്വാമിമാരാണ്, എല്ലാവരും ഭഗവാന് തുല്യരായി മാറി എന്നുള്ളതാണ് അർത്ഥം. അത്രയേറെ കഠിന വ്രതധാരികളായ സ്വാമിമാരാണ് ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഈ ചടങ്ങുകൾക്ക് എല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്നതും ആ ചടങ്ങിൽ പങ്കാളികളാകുന്നതും എന്നുള്ളതാണ് ഈ വെലങ്ങറ കാവടിയാട്ടത്തിന്റെ ഏറ്റവും മഹനീയമായ ഒരു പ്രത്യേകത എന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ കിഴക്കേ ക്ഷേത്രത്തിൽ നിന്നും ഭസ്മക്കാവടി ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അതിവിടെ എത്തുമ്പോഴേക്കും ഇവിടുന്ന് രഥം ആരതി ഒഴിഞ്ഞ് രഥം നിർത്തിയിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ രഥം ഇവിടെ നിന്നും എഴുന്നള്ളിച്ച് 3 പ്രദക്ഷിണം വെക്കുന്നതോടുകൂടി ഇന്നത്തെ കാവടി ഘോഷയാത്ര സമാപിക്കുകയും ആ പ്രദക്ഷിണ സമാപനത്തോടുകൂടി ഭസ്മാഭിഷേകം നടക്കുകയും കൂടെ ചെയ്യുമ്പോൾ വെലങ്ങറ കാവടിയാട്ടം 2024 ജനുവരി 26-ാം തീയതി ഇന്ന് നടക്കുന്ന ഈ വെലങ്ങറ കാവടിയാട്ടം വളരെ മഹനീയമായി സമാപിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ പ്രദേശവാസികളായ ഈ ക്ഷേത്രഭക്തരായ എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷകരവും അഭിമാനകരവും ആത്മസംതൃപ്തിയും നേടുന്ന ഒരു മഹത് സംരംഭമായി ഇന്നിവിടെ പര്യവസാനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ വൈകിട്ട് സമർപ്പണം നടത്തിയത് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഹിസൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ് ഇന്നലെ വൈകിട്ട് ഇത് സമർപ്പണം നടത്തിയത്. അത് ക്ഷേത്രത്തിന്റെ തന്ത്രി തൃശ്ശൂർ ചെറുമുക്കുമന ജാതവേദൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ 3 കരക്കാരുടെയും സാന്നിധ്യത്തിൽ അതിന്റെ ഭരണസമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് സമർപ്പണം ഇന്നലെ വൈകിട്ട് 6:30-7 മണിയോടുകൂടി അത് ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി ഈ രഥം നമ്മൾ എഴുന്നള്ളിക്കുന്നതിന് തുടക്കം കുറിച്ചത്. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഇത് ക്ഷേത്രത്തിലെ വരും കാലങ്ങളിൽ വരും തലമുറകൾ ഒരുപക്ഷെ എന്നും സ്മരിക്കപ്പെടുന്ന വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒരു വലിയ പവിത്രമായ ഒരു ചരിത്ര സംഭവമായി ഇന്ന് ഈ രഥം മാറിയിരിക്കുന്നു. കേരളത്തില് പഴനി കഴിഞ്ഞാൽ പിന്നെ കൽപ്പാത്തി രഥോത്സവത്തിന് കഴിഞ്ഞാൽ പിന്നെ ഒരു രഥോത്സവം അല്ലെങ്കിൽ രഥം ഉള്ളത് ഒരുപക്ഷെ വെലങ്ങറ തൃക്കൊടിയൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമാണ് എന്നുള്ളതിൽ തർക്കമില്ല. മാത്രമല്ല
പഴനിയിൽ നടന്ന ഒരു വലിയ ഇപ്പൊ നടന്നു വരുന്ന ആചാരം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏക ക്ഷേത്രം, അതായത് തലമുണ്ടന വഴിപാട്. ഇവിടെ ഓരോ ആഴ്ചകളിലും ഓരോ ദിവസങ്ങളിലും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തി തലമുണ്ടനം നടത്തി കാവടിയെടുത്ത് അവര് സായുജ്യം അടയുന്നവർ നിരവധി ആളുകളാണ്.